ഒരു രാജവല്ലി വിടരുന്ന പോലെ ഇതെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവരാജമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം. കരുകനാമ്പിലും മധുകണം, കവിത എന്നിലും നിറക്കുടം, അപ്പൊ ഈ ഒരു പാട്ട് നമ്മുടെ ഡോക്ടർ രതീഷ് കുമാർ സാറിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. സാർ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആ പാട്ട് പാടിയില്ല എന്നൊരു പരാതി പറഞ്ഞപ്പം ഞാൻ അങ്ങനെ പാടിയതാണ് കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഹായ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത് നമ്മളെ ജിഫി ബാഗ്സിനെ കുറിച്ചിട്ടാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാക്കും, പക്ഷെ ഒരുപാട് പേർക്ക് അറിയാത്ത കുറെ പേരുണ്ട്. അപ്പൊ എന്താണ് ഈ ഒരു ജിഫി ബാഗ് എന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് ചെടികൾ പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു മീഡിയ ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ അകത്ത് വെറും ചകിരിച്ചോറ് മാത്രമാണ് ഉള്ളത്. അപ്പൊ ശരിക്കും ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തത് നമ്മളെ മണി പ്ലാന്റ്സ് ആണ്. അത് വളരെ ഈസി ആണല്ലോ, മണി പ്ലാന്റ്സിന്റെ അകത്ത് നോഡ്സിന്റെ അകത്ത് അങ്ങനെ കുഞ്ഞു കുഞ്ഞു വേരുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ കട്ടിങ്സ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഇറക്കി വെക്കുകയാണ് ചെയ്തത്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു ജിഫി ബാഗിനെ കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇത് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഇത് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇതാണ് നമ്മുടെ ജിഫി ബാഗ്സ്. ശരിക്കും നല്ല വെയ്റ്റ്ലെസ് ആണ് കേട്ടോ, തീരെ വെയിറ്റ് ഇല്ല. ഒരു ഡിസ്ക് ഷേപ്പിലാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ്, കംപ്രസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്, തീരെ വെയിറ്റ് ഇല്ല. അതിൻ്റെ അകത്ത് നമുക്ക് ഫുള്ളും ചകിരിച്ചോറ് കൊക്കോപീറ്റാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതിന് പെല്ലറ്റ്സ് എന്നാണ് കേട്ടോ ഈ ഒരു സംഭവത്തിന് പറയാം. അപ്പോൾ ശരിക്കും ഇത് ആദ്യം തന്നെ നമുക്ക് ചെറു ചൂടുവെള്ളത്തിലാണ് ഞാൻ ഇട്ട് വെക്കാറ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വീർത്ത് വരുന്നത് കാണാൻ പറ്റും. ഇനി സാധാരണ വെള്ളത്തിൽ വെച്ചാലും കുറച്ചും കൂടി ടൈം എടുക്കും, എന്നാലും 1-2 മിനിറ്റിനുള്ളിൽ തന്നെ അത് വീർത്ത് വരും. ശരിക്കും ദാ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും പെട്ടെന്ന് തന്നെ അത് വീർത്ത് വരുന്നത്. വെള്ളം അതങ്ങോട്ട് അബ്സോർബ് ചെയ്തിട്ട് വെക്കും. പിന്നെ ബാക്കി എക്സസ് ആയിട്ട് വരുന്ന വെള്ളം നമ്മൾ ഒഴിവാക്കി വെക്കാം. അതിൻ്റെ അകത്ത് എപ്പോഴും ഈർപ്പം അങ്ങനെ ഉണ്ടാകും. ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം പിന്നെ നമ്മളൊന്ന് നനച്ചു കൊടുത്താൽ മതി. ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ്. വല്ലാതെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ വല്ലാതെ കൈനെ കൊണ്ട് ഞെക്കൊന്നും ചെയ്യരുത് കേട്ടോ, അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകും ആ ഒരു ബാഗ്. അപ്പോൾ അതൊന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നല്ല കാര്യമാണ് കേട്ടോ. എന്താ പറയുക, പ്ലാസ്റ്റിക്സ് ശരിക്കും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ശരിക്കും ഒരു ഇതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഞാനധികം ആദ്യം പ്രൊപ്പഗേറ്റ് ചെയ്യാറ് വെറും പ്ലാസ്റ്റിക് ബാഗ്സിൽ ഇങ്ങനെ ചെടികൾ നടുകയാണ് ചെയ്യാറ് പൊതുവേ ആയിട്ട്. പക്ഷേ ഈ ഒരു സംഭവം കിട്ടിയതിന് ശേഷം വെറും ഇപ്പോൾ ഈ ഇതിൽ തന്നെയാണ് ചെയ്യാൻ തോന്നാറുള്ളത്. പ്ലാസ്റ്റിക്സ് മെയിൻലി നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇതിൻ്റെ തന്നെ പല സൈസിലും അവൈലബിൾ ആണ്. ഇതിപ്പോൾ 50 mm ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, അല്ലാതെ 30 mm സൈസിലുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ട്രേ കിട്ടുവാണെങ്കിൽ നല്ല ഈസിയാണ്. ഇതും ഞാൻ കുറേ മുമ്പേ നമ്മുടെ മണ്ണൊക്കെ നിറച്ചിട്ട് ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്യില്ല, അതിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള ട്രേ ആണ്. അപ്പോൾ ഇത് ശരിക്കും നല്ല യൂസ്ഫുള്ളായി. നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ കണ്ടെയ്നറിലേക്ക് ഇങ്ങനെ ബാഗ്സ് ആയി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് വെച്ചാലും മതി. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് നമ്മളെ മണി പ്ലാന്റ്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈസി ആയിട്ട് പുതിയ ആൾക്കാർക്ക്, അതായത് ബിഗിനേഴ്സിനൊക്കെ നോക്കാൻ പറ്റിയൊരു സംഭവം തന്നെയാണ് ഈ മണി പ്ലാന്റ്സ് തന്നെ. അപ്പോൾ ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, നമുക്ക് സീഡ്സ് സുഖസുന്ദരമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. പച്ചമുളകിൻ്റെ വിത്തൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നല്ല സക്സസ് ആയിട്ട് അത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അങ്ങനെ അതായത് നമ്മൾ ഓരോരോ പീസുകളായിട്ട് ഇങ്ങനെ ഈ പ്രത്യേകിച്ചും വേര് വന്ന ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ ഞാൻ വെച്ചിട്ടില്ല. ഇനി എല്ലാത്ത ഭാഗങ്ങളും പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുന്ന ഈ ഒരു ചെടികൾ മാത്രമല്ല, ഒരുപാട് ചെടികൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഇനി നോക്കുന്നുമുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓരോന്നായിട്ട്. അപ്പോൾ കണ്ടോ, ഇത് ഇങ്ങനെ കുത്തിയിട്ട് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത്, അതായത് ഷെയ്ഡുള്ളൊരു സ്ഥലത്ത് വെക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം വീണ്ടും നനച്ചു കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ, അതായത് 1-2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും വേര് നല്ല ഹെൽത്തി ആയിട്ട് എൻ്റെ പ്ലാന്റ് ഇരിക്കുന്നത്. വാട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്നുവെച്ചാൽ നമ്മൾ കട്ടിങ്സ് എടുത്ത ഉടനെ തന്നെയാണല്ലോ ഇതിലേക്ക് ഇറക്കി വെക്കുന്നത്. അപ്പം നല്ല ഹെൽത്തി ആയിട്ടിരിക്കും പ്ലാന്റ്സ്. ശരിക്കും ഓൺലൈൻ വഴിയൊക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. വെയിറ്റും ഉണ്ടാവില്ല, നമുക്ക് പ്ലാന്റ് പൊട്ടിപ്പോണ പ്രശ്നമില്ല. സാധാരണ നമ്മൾ ചെടികൾ അയച്ചു കൊടുക്കുമ്പോൾ കവറിലാണ് പിടിപ്പിച്ച് വെച്ചാൽ ഒരാൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ കവറിൽ നിന്ന് അത് ആ മണ്ണ് ഒഴിവാക്കി പിന്നെ നമ്മൾ കുറച്ച് കൊക്കോപ്പിറ്റൊക്കെ അതിൻ്റെ മേലെ പൊതിഞ്ഞു കൊടുത്ത് പിന്നെ നമ്മൾ വേറൊരു സാധനം വെച്ച് ടൈ ചെയ്ത് അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പം അത് ഭയങ്കര റിസ്ക്കിയുമാണ്. ഇതാവുമ്പം ഈ വേര് പൊട്ടുന്നൊരു പ്രശ്നമില്ല. നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്ത ഏത് പ്ലാന്റ് ആണോ കസ്റ്റമർ സെലക്ട് ചെയ്യണം, നമുക്ക് വേഗം നമുക്ക് ബോക്സിലാക്കി നല്ല രീതിക്ക് തന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ പൊട്ടാത്ത രീതി മാത്രം ശ്രദ്ധിച്ചാൽ മതി. മറ്റ് നമ്മൾ ഇതും ശ്രദ്ധിക്കണം അതും ശ്രദ്ധിക്കണം. അപ്പോൾ അതിനെ പറ്റി ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. കണ്ടോ, നിങ്ങൾ കണ്ടില്ലേ, വളരെ ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സാണ് പുറത്തേക്ക് അത് വന്നിട്ടുള്ളത്. അതായത് അത്രയും തിന്നാണ് അതിൻ്റെ ഒരു കവറേ. അത് കവർ ചെയ്ത് ആ കവർ അത്രയും തിന്നായത് കാരണം പെട്ടെന്ന് തന്നെ റൂട്ട്സിന് പുറത്തേക്ക് വരാനും ഉള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് കാരണം ഇത് നല്ലൊരു ഓപ്ഷനായിട്ടാണ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.
പിന്നെ ചെടി പെട്ടെന്ന് വാടിപ്പോണ പ്രശ്നമില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കൊക്കോപിറ്റിൽ നമ്മൾ വെള്ളം നന്നായിട്ട് കുടഞ്ഞു കൊടുത്താൽ നമ്മൾ ആ ഒരു കസ്റ്റമർക്ക് എത്തുന്നവരെ അത് ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ വേര് പിടിച്ച് കിട്ടും. ഇപ്പോൾ കണ്ടോ, ഇത് ഇപ്പോൾ ഫുൾ മണി പ്ലാന്റ്സ്, പല വിധത്തിലുള്ള മണി പ്ലാന്റ്സ് ഞാൻ വേര് പിടിപ്പിച്ചതാണ്. വളരെ ഒരാഴ്ച തന്നെ വേണ്ട, പുറത്തേക്ക് തന്നെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സ് നമുക്ക് പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ പോട്ടിംഗ് മിക്സിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ചാൽ മാത്രം മതി ഈ മണ്ണിലേക്ക് ഇതിങ്ങനെ അലിഞ്ഞ് ചെയ്തു കേട്ടോ. അപ്പോൾ ശരിക്കും ഈ ഒരു ജിഫി ബാഗ്സ് പറയുന്നത് ശരിക്കും ബയോഡിഗ്രേഡബിൾ ആയതാണ്. അതായത് മണ്ണിനോട് അലിഞ്ഞ് ചേർന്ന് അതിങ്ങനെ ഒരു 1-2 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു മണ്ണിനോട് അത് അലിഞ്ഞ് ചേർന്ന് പോകും. അപ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. അല്ലാതെ നമുക്ക് ഈ ജിഫി ബാഗ്സ് നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് തൊട്ട താഴെ ജസ്റ്റ് ഒന്ന് കീറി കൊടുത്തിട്ട് ആ കൊക്കോപിറ്റ് മാറ്റി ചെയ്യാനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചില വേരുകൾ വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള വേരുകൾ ഉണ്ടാക്കും. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ കീറാതെ വെക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പക്ഷെ ചില പ്ലാന്റ്സ് നമുക്ക് കീറാൻ പറ്റുന്ന പ്ലാന്റ്സ് നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. 2 വിധത്തിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വേര് പൊട്ടിപ്പോകരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഇത് നമ്മളെ ബിഗോണിയ ഇതുപോലെ ചെയ്ത് നോക്കിയതാണ്. എൻ്റെ കയ്യിലുള്ളൊരു പ്ലാന്റ് ഞാൻ ഇങ്ങനെ എല്ലാം ചെയ്ത് നോക്കുന്നുണ്ട്, ഏതൊക്കെ പറ്റും. അപ്പോൾ തെച്ചി ചെയ്തപ്പം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം തെച്ചി വേര് പിടിപ്പിക്കാൻ നോക്കിയപ്പം അങ്ങനെ ശരിയായിട്ടില്ല. അങ്ങനെ കുറച്ച് പ്ലാന്റ്സ് ചെയ്തപ്പം സക്സസ് ആയിട്ടില്ല. അപ്പം ഇതൊക്കെ ഇതാ കണ്ടല്ലേ, ഇത് നമ്മളെ വാട്ടർമെലൺ പൈലിയ പോലത്തെ പ്ലാന്റാണ്. അപ്പോൾ അതും കണ്ടില്ലേ, നല്ല രീതിക്ക് തന്നെ വേര് വന്നിട്ടുണ്ട്. പിന്നെ വേറെ ഏതാണ്, ഇതും ഒരു ബിഗോണിയ തന്നെയാണ്. അത് നല്ല രീതിക്ക് തന്നെ പെട്ടെന്ന് തന്നെ വേര് പുറത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ എപ്പീഷിയൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ഹെൽത്തി പ്ലാന്റ്സുമാണ്. ശരിക്കും നമ്മൾ മണ്ണിൽ വെക്കണതിനെക്കാട്ടിയും കുറച്ചുകൂടി നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സ് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ്. പിന്നെ ഇതാ നമ്മൾ നെർവ് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. നെർവ് പ്ലാന്റ് പല വെറൈറ്റീസ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിതുപോലെ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഒരു സിങ്കോണിയം വെൻലാൻഡി അത് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, പുറത്തേക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഗ്രീൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പ്ലാന്റ്സ് ഒക്കെ. പിന്നെ ഇതാ ഇന്ന് നമ്മളെ ഗോൾഡൻ മിൽക്കി പ്ലാന്റ് ഡ്രസീനിയയുടെ, അത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല അതിന്ന് പെട്ടെന്ന് ഇതുപോലെ വേര് വരുന്നു. ആദ്യമായിട്ടുള്ള അനുഭവം ചെയ്യുന്നവർക്ക് ഇത് വലിയ ഒരു ആങ്സൈറ്റി തന്നെയാണ് കേട്ടോ. ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഓരോന്ന് ചെയ്ത് നോക്കുമ്പം എനിക്ക് വളരെയധികം ഒരു കൗതുകമായിട്ട് തോന്നും. നമ്മളെല്ലാം മണ്ണിലല്ലേ പിടിപ്പിച്ച് നോക്കാറ്. അപ്പോൾ ഇങ്ങനെയും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അറിയാത്തവർക്കുള്ള ഇൻഫർമേഷനാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കീറിയിട്ട് വളരെ സൂക്ഷ്മതയോടുകൂടി വേരൊന്നും പൊട്ടിപ്പോവാത്ത രീതിയിൽ കൊക്കോപിറ്റ്, അതായത് നമ്മൾ ചകിരിച്ചോറ് ഒന്ന് കുടഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും ഇറക്കി വെക്കാം. അതായത് ഞാൻ ചില കാര്യങ്ങൾ പറയുകയാണെന്ന് വെച്ചാൽ ചില പ്ലാന്റ്സ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ഇങ്ങനെ പൊട്ടിച്ചെടുക്കേണ്ട കാര്യമില്ല, അങ്ങനെ തന്നെ ഇറക്കി വെച്ചാൽ മതി. പക്ഷേ ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ ശരിക്കും നമ്മളിങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നന്നാവുക. എന്താണെന്ന് വെച്ചാൽ റൂട്ട് ബൗണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് എനിക്കൊരു അനുഭവം ഉണ്ട് കേട്ടോ. ഒരു ഫേൺ ഞാൻ മേടിച്ചിട്ട് ഇതുപോലെ റൂട്ട് ബൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ കാലങ്ങൾ അങ്ങനെ വെച്ച് ചിലപ്പം വേരുകളൊക്കെ തിങ്ങി നിറഞ്ഞിട്ട് ചിലപ്പം പ്ലാന്റ് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു പ്ലാന്റ് എനിക്ക് വന്നിട്ടുണ്ട്. അത് കാരണം ഞാൻ നിങ്ങളോട് അത് ഷെയർ ചെയ്യുകയാണ്. അത് പൊക്കി നോക്കിയപ്പം ജിഫീൻ്റെ അകത്തായിരുന്നു അത്. അപ്പോൾ ചിലപ്പോൾ എൻ്റെ നോട്ടത്തിൻ്റെ കുറവാണോ എന്ന് അറിയില്ല, ആ ഒരു പ്ലാന്റ് മൊത്തമായിട്ട് കേടായി പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. ഇങ്ങനെയും ചെയ്യാമെന്ന് ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.